ലേറ്റസ്റ്റ് ചെയ്തത് ജീവയും അർജുൻ സാറും അതാണ് അഗത്യ എന്ന് പറഞ്ഞൊരു പടം ഇപ്പോൾ അത് ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട് 15 ദിവസം തികക്കില്ല എന്ന് പറഞ്ഞ ദാമ്പത്യം 19 വർഷം വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ആദ്യകാലത്തൊന്നും പുള്ളിക്കാരി ഒന്നും മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു, ഭയങ്കര ഷൈ ആയിരുന്നു സംസാരിക്കാനൊക്കെ. ആണോ? ഇപ്പൊ അതൊക്കെ മാറി മാറി കുറച്ചുകൂടെ നല്ല ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം കാശ് കൊണ്ടുവരുന്ന ഒരു മാമനായിരുന്നു, പിന്നെ ഹസ്ബൻഡായി. ജോക്കർ കാണുമ്പോ ജോക്കറില് തെങ്ങേന്ന് വീണ സാധനം ഉണ്ടല്ലോ, അത് ഒറിജിനലി വീണതാന്ന് ഞാൻ ഈ അടുത്ത കേട്ടത്. ദിലീപേട്ടൻ പിടിച്ചിട്ട് പുള്ളിക്ക് കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരൂടെ മറിഞ്ഞു വീണു. അതേ ഷോട്ട് തന്നെ വെച്ചിരിക്കുന്നത്. കാര്യം ഇത് ഓടുമ്പം ചുറ്റിന് ഓടുന്നത് എന്നെ പോലുള്ള ചെറിയ ആൾക്കാരാണ്. ഇവരെ തട്ടിയല്ലോ അവർക്കും അപകടം പറ്റും, അതും നോക്കണം. ഇപ്പോഴാ സിനിമ എന്റെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. നമ്മൾ 15 വർഷം നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിച്ചു. 916 കുഞ്ഞുട്ടനില് ഇപ്പൊ കോള് വരുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ ബക്രുചേട്ടന്റെ അടുത്തേക്ക് വരുമ്പോ, ഓഫ് കോഴ്സ് ഇതിൽ ടിനിച്ചേട്ടൻ ഉണ്ടെന്ന് പറയും. ടിനിച്ചേട്ടന്റെ അടുത്തേക്ക് വരുമ്പോഴും ബക്രുചേട്ടൻ, ഇത് കഴിഞ്ഞിട്ട്, അതായത് സിനിമയുടെ ഒരു ഫസ്റ്റ് നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് കോൺവെർസേഷൻ എന്തായിരുന്നു? അല്ല, അതിനു മുമ്പ് ഞങ്ങൾ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ സിനിമ മോർസൺ ഡ്രാഗൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ആര്യൻ വിജയാണ്. തമിഴിലെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ആര്യൻ വിജയ. നമ്മുടെ ഇതില് നമ്മളോടൊപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, കോട്ടയം രമേശ്, നോബി, ഷാജു, സുനിൽ സുഗത, അങ്ങനെ ഒരു 22ഓളം ആർട്ടിസ്റ്റുകൾ ഈ പടത്തിലുണ്ട്. ഹീറോയിൻ, അതായത് ഹീറോയിൻസ് ആയിട്ട് വരുന്ന നിയ ശങ്കരത്തില്, ഡയാന സലീം. ബുദ്ധിമുട്ട് എനിക്കില്ല. അത്ഭുതദ്വീപിൽ 5 രാജകുമാരിമാരായിരുന്നു. ഞങ്ങൾ മിനിമം വിട്ടൊരു കളിയില്ല. അല്ല, നായികയുടെ പേര് പറഞ്ഞില്ല, ഇനി അവർക്കത് വിഷമാവൂല എന്നോട്. പിന്നെ നീയും ഡയാനയും രണ്ടുപേരാണ് നായികമാർ. ഒരൊറ്റ നായിക. ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഇവിടെ. നായികയില്ല, നായകനുണ്ടല്ലോ. വരൾച്ചയാണ് എനിക്ക്. അത് പോരളിയാ മച്ചാനെ, അത് പോരാ. വരൾച്ച മുഖത്ത് കാണിക്കരുത് കേട്ടോ, ഹാപ്പി ആയിട്ടിരിക്കണം. അതായത് ഷൂട്ടിംഗ് കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂരും പരിസര പ്രദേശത്തും ഒക്കെ ആയിട്ടാണ് ഷൂട്ടിംഗ് നടന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ഞങ്ങൾ രണ്ടുപേരും ഒരു നല്ല വേഷം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പുതുമുഖ നടൻ കൂടി ഈ സിനിമയിൽ വരുന്നുണ്ട്. രാകേഷ് സുബ്രഹ്മണ്യം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ഇത്രയും ആളുകളുടെ ഒരു സിനിമയാണ് 916 കുഞ്ഞൂട്ടൻ. ഒരു വലിയ ക്രൂ ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണെന്ന് അർത്ഥം. അല്ല, അങ്ങനെയല്ല. പ്രതീക്ഷ എന്തായാലും എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും. ഒരു സിനിമയും നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടല്ലല്ലോ ചെയ്യുന്നത്. അത് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. പക്ഷെ ഞങ്ങളുടെ ഉള്ളൊരു ധർമ്മം എന്ന് പറയുന്നത് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അത് കണ്ടിട്ട് അവർ തീരുമാനിക്കട്ടെ, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓരോ സിനിമയും ഇറങ്ങി കഴിയുമ്പോൾ, ഇപ്പം നമ്മുടെ ഒരു വർക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു വർക്ക് കാണുമ്പോൾ നമ്മളത് നല്ലതാണെങ്കിൽ നമ്മൾ വിളിച്ച് സംസാരിക്കുമല്ലോ. അങ്ങനെ നിങ്ങൾ തമ്മിൽ നടക്കുന്ന പരസ്പരം കോൺവെർസേഷൻ ഉണ്ടല്ലോ. രണ്ടുപേരും ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യുന്നുണ്ട്, പല ലാംഗ്വേജസിൽ പോയി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പരസ്പരം ഏറ്റവും ലേറ്റസ്റ്റ് വിളിച്ച് സംസാരിച്ചത് ഏത് വർക്കിനെ കുറിച്ചിട്ടാണ്? ഞാൻ ടിനിയെ പറ്റി ഇപ്പോൾ ടിനി മത്തെന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അതിൽ ടിനി പാടിയിട്ടുണ്ട്. ടിനിയുടെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണത്. അതൊരു, എനിക്ക് തോന്നുന്നത് ടിനിയിലെ നടനെ പരമാവധി മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ പാട്ട്, പണ്ട് പുള്ളി റാപ്പൊക്കെ പാടുമായിരുന്നു. അതൊക്കെ പാടി ചെന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. സിനിമയിൽ റാപ്പ് സോങ്സ് ഒക്കെയാണ് കൂടുതലും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ത്രൂ ഔട്ട് ഒരു സോളോ പെർഫോമൻസ് ആ പടത്തിലാണ്. ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നന്നായിട്ടുണ്ട്. പിന്നെ ടിനിയുടെ നല്ല വേഷങ്ങളുള്ള സിനിമകൾ, ഓടിയ വലിയ സിനിമകളുണ്ടല്ലോ, വെള്ളിമൂങ്ങ, അതുപോലെ എനിക്ക് തോന്നുന്നത് ചില പടങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ചാ പോയി കണ്ടിട്ടുള്ളത്. ഡിഷും എന്ന് പറഞ്ഞ് ഞാനൊരു തമിഴ് പടം ചെയ്തിരുന്നു. ആദ്യത്തെ എൻ്റെ തമിഴ് പടമായിരുന്നു അത്. ഞങ്ങൾ ഒന്നിച്ച് ചെന്നൈയിൽ പോയി നമ്മൾ കോമഡിയിലെ നമ്മുടെ കൂട്ടുകാരെല്ലാവരുടെ കൂടി ഒരുമിച്ചിരുന്നു ആ സിനിമ കാണുക. ആ സിനിമ കണ്ടിട്ട് ഫസ്റ്റ് അഭിപ്രായമൊക്കെ പറഞ്ഞത് ടിനിയാണ്, എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടും ഇവരെ എല്ലാവരും. അതൊന്ന്. പിന്നെ എനിക്ക് തോന്നുന്നത് പട്ടാളം, മമ്മൂക്കയോടൊപ്പം ടിനി ആദ്യമായിട്ട് അഭിനയിച്ച പടം. അത് ഞങ്ങൾ ഒന്നിച്ച സിനിമ കാണാൻ പോയത് തിയേറ്ററിൽ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം കാണാറുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. പക്രുചേട്ടൻ ഇതുപോലെ ലേറ്റസ്റ്റ് ഏത് സിനിമ കണ്ടിട്ട് വിളിച്ച് ഒരു അഭിപ്രായം പറഞ്ഞേ?
ഇതിന്റെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യം ചെയ്തിട്ടില്ല. കുറച്ചായി. പിന്നെ ഇപ്പൊ ചെയ്യുന്നത് മനസ്സിലായില്ലേ, പ്രഭുദേവോടൊപ്പം ചെയ്തേക്കുന്നത്. ഞാൻ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ചെയ്തത് ജീവയും അർജുൻ സാർ അതാണ് അഗത്യ എന്ന് പറഞ്ഞൊരു പടം ഇപ്പോ അത് ഇടുന്നുണ്ട്. ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. തമിഴ്, അതും കേരളത്തിലില്ലായിരുന്നു. അതാണ് ഇപ്പൊ ഉള്ളത് തമിഴ്. അതിന് പിന്നെ മുമ്പ് ബഗീര എന്ന് പറഞ്ഞ അത്ഭുതദീപൊക്കെ പടം. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കണ്ടത്. അതിന്റെ പ്രൊമോഷൻസ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇളയരാജ കണ്ട. ഇളയരാജ കണ്ടിരുന്നു. അപ്പോൾ അത് ഞങ്ങള് സിനിമ കണ്ടിട്ടില്ല. അതിന് മുമ്പ് സിനിമ കണ്ട് ചാനലിലും ഒക്കെ വന്നു കഴിയുമ്പോഴത്തെ സിനിമ കാണുമല്ലോ, അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മള് ഇപ്പൊ പുറത്ത് നമ്മുടെ നാട്ടിലുള്ള സെലിബ്രിറ്റീസിന് ഇപ്പൊ മക്കളൊക്കെ ഇടയ്ക്കെങ്കിലും അങ്ങനെ കാണുന്നുണ്ടാവുമല്ലോ. മൂത്ത മോള് പ്രത്യേകിച്ച്, മറ്റേത് കുഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പൊ പുറത്ത് പോകുമ്പോ ഇപ്പൊ വിജയിനെ കാണുന്നു, ഈ സൂര്യ സാറിനെ കാണുന്നു, രജനീകാന്ത് സാറിനെ കാണുന്നു, പ്രഭുദേവനെ കാണുന്നു. അപ്പൊ തിരിച്ചു വരുമ്പോ മോള് ചോദിക്കില്ല അച്ഛവരെങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ചോദിച്ചിട്ടുള്ളത് ആരെ പറ്റിയാ? അങ്ങനെ അവളങ്ങനെ അധികം അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുള്ള. അതൊരു സിനിമ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടിയാ? അല്ല, സിനിമ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് എല്ലാരും കാണാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ അത്ര അവരുടെ excitement ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടിക്കാലം തൊട്ടേ പല ലൊക്കേഷനിലും ഒക്കെ വരികയും എല്ലാരെയും കാണുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും പുള്ളിക്കാരിക്കില്ല. ഇല്ല. പിന്നെ എന്നോട് ചോദിക്കും ആരാണ് കൂടെ ഉള്ളത്, ആങ്കിൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ പിന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങ് വിടും എന്നുള്ളതുള്ളൂ. ചേച്ചിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 15 ദിവസം തികക്കില്ല എന്ന് പറഞ്ഞ ദാമ്പത്യം 19 വർഷം വളരെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓഫ് കോഴ്സ് റിലേഷനാണ്, കപ്പിളാണ്. അപ്പൊ എന്തായാലും ഇടിയും ബഹളമൊക്കെ ഉണ്ടാവില്ല. ചേച്ചി ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് കമന്റ് പറഞ്ഞിട്ടുള്ള റോൾ ഏതാ, ക്യാരക്ടർ ഏതാ? അതിപ്പോ ഏറ്റവും അടുത്ത സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഇളയരാജ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു, നല്ല കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ബാങ്ക് മാനേജറായിട്ടൊരു കുറച്ച് ചെയ്തിട്ടുണ്ട്. അതും വളരെ ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ അത്ഭുതദ്വീപൊക്കെ ഇറങ്ങുന്ന ആ സമയത്താണ് കല്യാണമൊക്കെ. അത്ഭുതദ്വീപ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ സിനിമയൊന്നും കണ്ടിട്ടേ ഇല്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ DVD ഇട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു, ഞാൻ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് കാരണം പഠിത്തം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം നടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സിനിമകളുടെ കാര്യങ്ങളെക്കുറിച്ചോ സെറ്റിലെ കാര്യങ്ങളെക്കുറിച്ചോ ആർട്ടിസ്റ്റുകളെക്കുറിച്ചോ ഒന്നും അങ്ങനെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. അതൊക്കെ അവിടെ കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് ചോദിക്കുക, ഏത് പടമാണ്, ആരാണ്, എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ എനിക്ക് എന്തെങ്കിലും നല്ല മൂഡ് തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞെങ്കിൽ അത് അവരെ എക്സൈറ്റ്മെൻറ്റോടെ കേട്ടിരിക്കും. ഇങ്ങനെ ഇന്ന ആളുടെ കൂടെ അഭിനയിച്ചു, അല്ലെ വിജയ് സാറിൻ്റെ കൂടെ പോയി, സൂര്യയുടെ കൂടെ പോയി. ഓൾറെഡി ഓൺലൈൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വന്നേക്കണം. ഇനി വീട്ടിൽ ചെല്ലുമ്പോഴും ഇന്റർവ്യൂ നടത്തേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അല്ല, ഈ ഡിസ്കഷനിൽ നമ്മളെ പ്രൊഫഷനെ പറ്റിയൊക്കെ സംസാരിക്കില്ല. അല്ല, ആദ്യകാലത്തൊന്നും പുള്ളിക്കാരി ഒന്നും മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു, ഭയങ്കര ഷൈ ആയിരുന്നു സംസാരിക്കാനൊക്കെ. ആണോ? ഇപ്പൊ അതൊക്കെ മാറി കുറച്ചുകൂടെ നല്ല ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ എന്താ പറയുന്ന വർഷങ്ങളിങ്ങോട് കൂടും തോറും നമ്മുടെ ജോലിയും നമ്മളും ഇതൊക്കെ ആയതുകൊണ്ട്, ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ട് ഇതൊക്കെ ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കും. ആദ്യം കാശ് കൊണ്ടിരുന്ന ഒരു മാമനായിരുന്നു, പിന്നെ ഹസ്ബൻഡ് ആയി. കാശ് കൊണ്ടിരുന്നൊരു വീട്ടിൽ എങ്ങനത്തെ ആളാ? ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ ആരെയും പറഞ്ഞ പോലെ നടക്കണം അങ്ങനത്തെ ഒരാളാണോ? സോഫ്റ്റ് അല്ല, അതിപ്പം നമുക്ക് സ്ട്രിക്റ്റ് ആകേണ്ടി വരുന്ന സമയത്ത് ആവണമല്ലോ. അത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് പറയാറുണ്ട്. അല്ലാതെ അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമില്ല. പിള്ളേരെല്ലാം വളരെ എന്താ പറയുന്നത്, സിമ്പിൾ ആയിട്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് പോകണം. പേഴ്സണൽ ഇന്റർവ്യൂലേക്ക് മാറ്റാ കുഞ്ഞുട്ടനെ. അതിന് ഞാൻ സമ്മതിക്കില്ല. അല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ട്രിക്റ്റ് ഒന്നുമല്ല. എന്താ പറയുന്ന അവരുടേതായ രീതിയിൽ സന്തോഷമായിട്ട് പോകണം. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം അവർ ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ, പിന്നെ അവിടെ ഇവിടെയായിട്ട് ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് ആവേണ്ടിടത്താവും, അത്രേ ഉള്ളൂ. കേട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ മറ്റേ ജോക്കർ കാണുമ്പോൾ ജോക്കറിൽ തെങ്ങേന്ന് വീണ സാധനം ഉണ്ടല്ലോ, അത് ഒറിജിനലി വീണതാന്ന് ഞാൻ ഈ അടുത്ത കേട്ടത്. ശരിക്കും വീണതാണ്. ശരിക്കും വീണതാ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? അല്ല, അതായത് അത് 2 ഭാഗമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് തൂങ്ങി കിടന്നിട്ട് താഴേക്ക് ക്രെയിനിൽ ഇരുന്നിട്ട് വരുന്നുണ്ട്. പിന്നെ പകുതിക്ക് കൊണ്ട് ക്രെയിൻ വെച്ചിട്ട് അതേന്ന് ചാടണം. അത് ഒറിജിനലായിട്ട് ചാടിയതാ. ഒരു തെങ്ങിന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് നല്ല ഉയരമാണ്. അല്ല, തെങ്ങിന്റെ പകുതി ഇപ്പൊ നമ്മളെ സംബന്ധിച്ചൊക്കെ അത്യാവശ്യം വലിയ ഉയരാണ്. ആ ഉയരത്തിൽ നിന്ന് ചാടി താഴേക്ക്. ദിലീപേട്ടൻ പിടിച്ചിട്ട് പുള്ളിക്ക് കിട്ടിയില്ല. ഞങ്ങൾ 2 പേരും കൂടെ മറിഞ്ഞു വീണു. അതേ ഷോട്ട് തന്നെ വെച്ചിരിക്കുന്നത്. ഭാഗ്യം എന്താന്ന് വെച്ചാൽ അത് കൃത്യമായിട്ടത് ക്യാമറയിൽ പകർത്തി വേണിച്ചേട്ടനുള്ളതാണ്. കാരണം ഒറ്റ ടേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ദിലീപേട്ടന്റെ നടുവുളുക്കി മാറിയിരുന്ന് തിരുമ്മി കൊടുക്കേണ്ടി വന്നു.
ഒത്തിരി പുള്ളിക്ക് അല്ല അങ്ങനെ പക്രുചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇപ്പൊ ആക്ഷൻ സീൻസ് ചെയ്യുമ്പോൾ ഇപ്പൊ ടിനിച്ചേട്ടൻ ഉൾപ്പെടെ ആക്ഷൻ സീൻസ് ചെയ്യുമ്പോൾ നമുക്ക് പേടിയുണ്ടല്ലോ. കാരണം ആക്ഷനാണ്, നമ്മള് ക്യാമറ ട്രിക്ക് ഒന്നും അല്ല, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ അത്ഭുത ദ്വീപിലാണെങ്കിലും കുതിര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിക്കും പിടിച്ച ഒരു മനുഷ്യനും കിട്ടാത്തൊരു ജീവിയാണ്. അപ്പൊ കുതിരയുടെ പുറത്ത് ഈ കുതിരയുടെ പുറത്ത് തൂങ്ങി റിസ്ക് ഉണ്ടല്ലോ. ഡൂപ്പിനെ കിട്ടൂല്ലേ ഇവന്. അപ്പൊ അതെ ഞാൻ ചോദിക്കട്ടെ, അതിനൊരു ധൈര്യം വേണല്ലോ. എന്ത് കറേജിലാണ് പോവുക, നമ്മൾ റിസ്ക് എടുക്കുകയാണല്ലോ ഭയങ്കരമായിട്ട്. ഒന്നും ആ സമയത്ത് കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കണായിരുന്നു. റെസ്പോൺസിബിലിറ്റി ഇല്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു സംഗതി ഉണ്ട്. ഓ, പിന്നെ അതൊരു എന്താ പറയുന്നത്, ഒരു എനർജിയാണ് ആ ഒരു സമയത്ത്. അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ധൈര്യമായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റി നോക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുതിരയുടെ പുറത്ത് ആളുണ്ടെന്ന് അറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ, ഞാനല്ലേ ഇരിക്കണമെന്ന് ഇവൻ തന്നെ പറഞ്ഞതാ. സെറ്റില് ഡോക്ടർ വരെ ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ടുള്ള അതിനകത്തുള്ള പല കാര്യങ്ങളും ഒരുപാട് റിസ്ക് എടുത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഓർക്കുമ്പോൾ കൈയും കാലം വിറയ്ക്കുന്നുണ്ട്. കാരണം ഈ പേടി വരാറുണ്ടോ? അത് കാരണം എന്താ വെച്ചാൽ ഒരു 4-5 കുതിരകളിൽ ട്രൈ ചെയ്തു. അതിനകത്ത് ഒരു കുതിരയാ സെറ്റായത്. ബാക്കി അനങ്ങില്ല. ഭയങ്കര ഡേഞ്ചർ ആയത്. ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ സൂപ്പർമാൻ ഉണ്ട് പഴയ ഇങ്ങനെ ഇരിക്കണതുണ്ട്. കാരണം ഇവിടെ ഈ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം ഈ പിന്നെ അതിൽ ചില അതാണ് ഞാൻ ചോദിച്ചത്, കുതിരയൊന്നും അറിയാൻ പാടില്ലാത്തവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയല്ലല്ലോ അത്. അല്ല, അത് ശരിക്കും റൈഡിങ് പ്രാക്ടീസ് ചെയ്തിട്ടേ നമുക്ക് ചെയ്യുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രാക്ടീസ് ചെയ്യേണ്ട ടൈം ഒന്നും നമുക്ക് അതിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ലൊക്കേഷനിൽ ചെന്നപ്പോൾ തൊട്ടിട്ട് ഇതുമായിട്ടാണെങ്കിൽ ഇതിന്റെ കൂടെ നടന്ന് ഇതുമായിട്ട് അങ്ങനെ വന്ന് കുറച്ചിരുന്ന് കുറച്ച് അങ്ങനെയാണ് അതിൻ്റെ ഇത് വന്നത്. പക്ഷേ അതിന്റെ ക്ലൈമാക്സ് സീക്വൻസിലേക്കൊക്കെ വന്നപ്പോഴേക്കും അത് ഞാനുമായിട്ട് അങ്ങ് നന്നായിട്ട് സെറ്റായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനത് ഏകദേശം ഈ ജീവികൾക്കും ഉണ്ടല്ലോ ബുദ്ധി എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണത്. കൂടെ ഉണ്ടായിരുന്നവര് നല്ലോണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഓടുമ്പം ചുറ്റിനും ഓടുന്നത് എന്നെ പോലുള്ള ചെറിയ ആൾക്കാരാണ്. ഇവരെ തട്ടിയാലും അവർക്കും അപകടം പറ്റും, അതും നോക്കും. അങ്ങനെ റിസ്ക് പിടിച്ച് ഭയങ്കരം. അതിൽ ഞാൻ ഒരു സോങ് സീക്വൻസിൽ പുറകിൽ മല്ലിക കപൂർ ഉണ്ട്, നായിക. മല്ലിക എന്നോട് പറയുന്നു, സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പേടിയാണ്, ഞാനാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. കാരണം എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളാണ് എന്നാണ് പുള്ളിക്കാരുടെ ധാരണ, വിചാരം. ഇത് അങ്ങനെയൊന്നുമല്ല, കുതിര തന്നെ പോകും അതിന്റെ ഇഷ്ടത്തിന്. ആരോട് സൂക്ഷിക്കാറുന്നൊക്കെ എനിക്ക് ഉള്ളിൽ ചിരിയാ വന്നത്. കാരണം നമ്മുടെ കയ്യിലല്ല ഇത്. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയാൽ അരമണിക്കൂർ കഴിഞ്ഞ് ഇത് തിരിച്ചു വരുള്ളൂ. പക്രുചേട്ടാ, ഈ അത്ഭുത ദ്വീപിന് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഉണ്ണിമൂന്നനാണ് നായകൻ എന്നൊക്കെ പറഞ്ഞ ഉണ്ടോ ശരിക്കും സെക്കൻഡ് പാർട്ട്? സാർ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. ആണോ? അത് എപ്പോഴത്തേക്കാ? അത് അതിന്റെ എന്താ പറയുന്ന അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സ്ക്രിപ്റ്റിങ് കാര്യങ്ങളൊക്കെ ഈ വർഷം തന്നെ ചെയ്യണം എന്നാണ് സാറിന് ആഗ്രഹം. പിന്നെ അതിന്റെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ചൊരു വലിയ സിനിമയായിട്ടാണ് സാർ അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലാ? അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ല, അത് സംഭവിക്കുന്ന അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. അത്ഭുത ദ്വീപ് 2 എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഇപ്പം ഇത്രയും വർഷമായില്ലേ, ഇപ്പോഴും എൻ്റെ വാളിൽ വന്ന് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, എപ്പോഴാണ് അത്ഭുത ദ്വീപ് 2, അത്ഭുത ദ്വീപിൻ്റെ എന്തെങ്കിലും ഒരു വാർത്തകൾ. ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ പാട്ടും അതിന്റെ കാര്യങ്ങളും അതൊരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അതിങ്ങനെ നമ്മളെ ലോകത്തേക്ക് പോകണം. സത്യം. സിനിമ കഴിഞ്ഞാലും നമ്മളെ വിടാതെ നമ്മുടെ കൂടെ നിൽക്കുന്നു. അതൊരു വലിയ പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം. നമുക്ക് തന്നെ അറിയാം അത് ഫാന്റസി ആണെന്നൊക്കെ, പക്ഷെ അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള സിനിമ, എപ്പോഴും നമുക്ക് മടുക്കാത്ത സിനിമ. ഗിന്നസ് പക്രു എന്നുള്ളത് ആ പേരിന്റെ കൂടെ തന്നെ ഗിന്നസ് ഉണ്ട്. പക്ഷെ കൂട്ടുകാരന് ഗിന്നസ് റെക്കോർഡ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആരും പറഞ്ഞില്ല. അതെ അതെ അതെ. എന്തിന്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്? അത് 24 hours റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്തെന്നും പറഞ്ഞല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട്. അപ്പൊ അത് അത്ര നേരം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇരുന്ന് ചെയ്ത ലോകത്തെ ആദ്യത്തെ പരിപാടി എന്നുള്ളതാണ്. ഒരാഴ്ച വേണേ ഇരിക്കുമായിരുന്നു, പക്ഷെ 24 മതിയെന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡുകാർ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒതുങ്ങി. എഴുന്നേറ്റ് പോകില്ല, അവിടെ ഇരുന്നോളൂ. ഈ അത്ഭുത ദ്വീപിൽ 8 അടി പൊക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ശബ്ദം കൊടുക്കാൻ വേണ്ടി ഇവൻ എന്നെയാണ് വിളിച്ചത്. അത് മൊത്തം കൊടുത്തേക്കണ ഞാനാ. ആണോ? ആ വലിയ ആൾക്കാർക്ക് മൊത്തം? അതെ അതെ. ഞാൻ സിരാജ് എന്ന് പറഞ്ഞു. ഇല്ലല്ല, 1-2 കഥാപാത്രങ്ങൾ കിട്ടി. അതായത് ലാസ്റ്റ് ഫൈനലി വരുന്ന കുറച്ച്. അതെ അതെ. അതിന് പുള്ളി കയ്യിൽ നിന്നിട്ട് കുറെ വോയിസുകളും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. വിസിലടിക്കുന്നതും അവരെ എന്റർടൈൻ ചെയ്യുന്ന സംഭവം. ഇപ്പോഴാ സിനിമ എന്റെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്.
യെസ്, ഐ കൻ ഡു ഇറ്റ്. ഇപ്പം ടീനിച്ചേട്ടൻ ഈ പറഞ്ഞതുപോലെ പെർഫോം ചെയ്യുന്ന സമയത്ത് നേരത്തെ പാക്രുച്ചേട്ടൻ തന്നെ പറഞ്ഞു, നമ്മൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരല്ല, ഇപ്പൊ നിങ്ങൾ മിമിക്രി പ്രാക്ടീസ്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ഓഫ് കോഴ്സ് സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ മെമ്മറീസിലുള്ളത് മിമിക്രി ആർട്ടിസ്റ്റുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകും അറിയാണ്ട് പെർഫോം ചെയ്യുമ്പോൾ ഇതിന് പ്ലസ്സും ഉണ്ടാവും മൈനസും ഉണ്ടാവും. ഈ മൈനസ് വരുമ്പോൾ ഉണ്ടല്ലോ, അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക? അതിനെങ്ങനെയാ ഉള്ളിലേക്ക് എടുക്കുക? കൈയോടെ മേടിക്കും. ഐദർ ഗുഡ് ഓർ ബാഡ് സേ അബൌട്ട് മീ എന്നാണ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ വളർച്ചയെ ഉപകാരം. അത് ഓർഗാനിക് ആയിട്ട് നമ്മൾ വളരുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ഞാനില്ല, എന്നെ അതിനകത്ത് കൂട്ടണ്ട കേട്ടോ. ഞാൻ ഓർഗാനിക് ആയിട്ട് അങ്ങനെ വളരത്തില്ല, എനിക്ക് വളരെ വേണ്ട. നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടില്ലേ ചിലപ്പോ ചില ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടായിരിക്കും വളരുന്നത്. പക്ഷെ ആ ഒരു വളർച്ച എന്ന് പറഞ്ഞത് ആൾക്കാരുടെ സ്നേഹവും നന്മയും കൊണ്ടല്ല, അതൊരു ഡെഡ് എൻഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളാരെ ഉപദ്രവിക്കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന്. പിന്നെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ഇതുണ്ടാവും. എന്റെ പിന്നാലെ വരുന്നവനാണ് എന്നേക്കാൾ വലിയവൻ എന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞതറിയോ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാ. അപ്പൊ എന്റെ പിന്നാലെ വരുന്നവനാണ് എന്നേക്കാൾ വലിയവൻ, അവന് വഴിയൊരുക്കാനാ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജോലി അതാണ്. റോഡ് പണിക്കാരാ. അല്ല, അത് എല്ലാ മേഖലയും എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഒരാളുടെ ഒരു 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 ഇത് കഴിഞ്ഞാൽ അതിന് അയാളെ വിഴുങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള കഴിവുള്ള ആൾക്കാരായിരിക്കും പിന്നീട് വരുന്നത്. അതിപ്പം എന്തിലായാലും, ശാസ്ത്രത്തിലായാലും. നമ്മൾ 10-15 വർഷം നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യം. അത് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിച്ചു. ദൈവം വളരെയധികം ഉയർത്തി എന്നുള്ളതാണ്. കാരണം അത്രയും ഇതിൽ നിന്ന് വന്നിട്ട് ഒരു സീറോ എന്ന് തന്നെ പറയാം, അതിൽ നിന്ന് വന്ന് കഴിവുകളെക്കാളൊക്കെ അപ്പുറത്ത് അതൊരു വലിയ കാര്യം തന്നെയാണ്. എൻജോയ് ചെയ്ത് രണ്ടുപേരും ഭയങ്കര അപാര കഴിവുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്ക് അങ്ങനെ ഒന്നും പറയാനോ അവകാശപ്പെടാനോ പറ്റൂല. അതൊരു കാലഘട്ടത്തിൽ ആ സമയത്ത് നമ്മൾ ജനിച്ചു പോയതുകൊണ്ടും നമ്മൾ അങ്ങനെ ആ ഒരു ട്രാക്കിൽ വന്നതുകൊണ്ടും ആരൊക്കെയോ നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചു. സപ്പോർട്ടും ഉണ്ടായിരുന്നു അല്ലേ, ഹാർഡ് വർക്ക് ഉണ്ട്. ഇപ്പൊ മഞ്ജുവിന് ചിലപ്പോ വേറെ ജോലി ചെയ്യാൻ പറ്റുമായിരിക്കും, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. പക്ഷെ ഇഷ്ടം ഇതായിരിക്കും. അപ്പൊ ഇത് ചെയ്ത് ജീവിക്കുമ്പോൾ ഒരു സന്തോഷം. സത്യം, ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുമ്പോൾ കിട്ടുന്നത് വേറെ ഫീലാണ്. അതാണ്. അപ്പൊ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ ഒരു ജന്മമുള്ളത് നമ്മുടെ ഇഷ്ടമുള്ള ജോലി ചെയ്ത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ അവസ്ഥ പോലെ ഞങ്ങൾക്ക് വിദേശത്തേക്ക് പോകേണ്ടി വന്നു, അവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു ഉപകരണം, ഈ മൊബൈൽ എന്ന് പറഞ്ഞ ഉപകരണം ഉള്ളതുകൊണ്ട് അവിടെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം, പെർഫോം ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്. അത് ശരിയാ. ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നത്, അതൊരു പ്രൊഫഷൻ ആക്കാൻ പറ്റുന്നത് വളരെ ലിമിറ്റഡ് ആളുകൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ നായകനായിട്ടും അതുപോലെ കൂട്ടത്തിൽ കൂട്ടുകാരനും കൂടി ആയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന്. ഇപ്പൊ ഈ എപ്പിക് കോംബോയെ കുറിച്ച്, കുഞ്ഞൂട്ടിനെ കുറിച്ച്, 916 കുഞ്ഞൂട്ടിനെ കുറിച്ച് കണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, അവർക്കറിയാം നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചൊരു സിനിമയുടെ ഭാഗമായിട്ട് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകരെ സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്ക് വീണ്ടും സിനിമകൾ കിട്ടുന്നത്. അപ്പം ഈ സിനിമയും 916 കുഞ്ഞൂട്ടൻ എന്ന ഈ സിനിമയും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മളോടുള്ള സ്നേഹവും കാണിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ചേട്ടാ? അല്ല, അതാണ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും കയ്യടി കിട്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ബിഗ് സ്ക്രീനിൽ ഒരുപാട് കാലമായിട്ട് സർവൈവ് ചെയ്യുന്നു. ആ ഒരു സിനിമയുടെ സംഘടനയിൽ ഇപ്പോൾ 6-7 വർഷമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഞാൻ ലാലേട്ടനെയും മമ്മൂക്കനെയൊക്കെ ഇത്ര എടുത്ത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നമ്മൾ അനുകരിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കൊതിച്ചിട്ടുള്ളവരാണോ തൊട്ടടുത്ത് അവിടം വരെ എത്തിയെന്ന് ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ സാധാരണ മനുഷ്യർ വീണ്ടും അയ്യോ അവിടെ ഞാൻ അമിതാഭ്യച്ചനായില്ല എന്ന് വിഷമിച്ചിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. അത് നമ്മുടെ ഗുഡ് വില്ലാണ്. ഒരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തല്ല, എത്രയോ വർഷത്തെ വേർപ്പിൻ്റെ ഫലമാണത് എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടെന്ന് പറയുന്ന കഷ്ടപ്പെട്ട എൻജോയ് ചെയ്ത് കഷ്ടപ്പെട്ടതാണ് അതൊക്കെ. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നത് ആഗ്രഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളാണ്. വൈകുന്നേരമാകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ച് ക്രൈസിസ് ആണ്. ആ സമയത്ത് നമ്മുടെ സിനിമകൾ ഇറങ്ങുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പം അതിന് നമ്മുടെ പ്രൊഡ്യൂസറാണ് നമ്മൾ വിശ്വസിച്ചത്. ഒരു മാതാവ് ഇല്ലെങ്കിൽ കുട്ടി ജന്മം കൊടുക്കില്ല. മോഷൻ ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ വരികയും നമ്മളെ ഇത്രയും ലക്ഷറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് കിട്ടുന്നത് ലക്ഷറിയാണ്. അപ്പം അത് കിട്ടുക എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളെ വിശ്വസിച്ച് സിനിമകൾ ഇറങ്ങുന്നു, ഇനിയും ഇറങ്ങാനിരിക്കുന്നു. നായികമാര് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമ്മളോടൊപ്പം സഹകരിക്കാനെത്തുക.
ചെറിയ സിനിമയാണെങ്കിലും. അപ്പം അതെല്ലാം നമ്മൾ കുറേ കാലം കൊണ്ടുണ്ടാക്കിയൊരു ഗുഡ് വില്ലാണ്. അപ്പം അതിൽ നമ്മൾ സന്തോഷവാന്മാരാണ്. നമ്മളൊരിക്കലും നിരാശപ്പെടുത്തില്ല. തിയേറ്ററിൽ എൻഗേജിങ് ആയിട്ടിരിക്കാൻ പറ്റും. തിയേറ്ററിൽ വന്നിരുന്നിട്ട് വീട്ടിൽ അയ്യോ പാലിൻ്റെ കാശ് കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പടം പോയി എന്നുള്ളതാണ് അർത്ഥം. അല്ലേ? ചിന്തകളിലൊക്കെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഇരിക്കേണ്ടി വരില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇതൊരു വലിയ സിനിമയാണ്, ഒരു ബാഹുബലിയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. എന്തായാലും ഫാമിലി ആയിട്ട് വന്നിട്ട് കുഞ്ഞുട്ടന്റെയും കൂട്ടുകാരുടെയും കഥകൾ എൻജോയ് ചെയ്തിട്ടിരിക്കാൻ പറ്റും. ബോറടിക്കില്ല. കുറച്ച് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അതിലൊരു ഫൈറ്റിന് വേണ്ടിയിട്ട് അത് ട്രാൻസ്ഫോർമേഷനൊക്കെ നമ്മൾ ചെയ്തു. മാഫിയ ശശിയേട്ടൻ വന്നത് ഗംഭീരമായിട്ട്, അതും നമ്മുടെ കണക്ഷൻ കൊണ്ടാണ്. എല്ലാവരും ഇതൊരു എൻ്റെ നിന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിനിമ എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിലാണ് പോയേക്കുന്നത്. അമ്മയുടെ പല പല വീഡിയോസിലും ചെറിയ ഫംഗ്ഷനുകളിലൊക്കെ ആയിട്ട് ടിൻചേട്ടനെ കാണാറുണ്ട്. നിങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ടല്ലോ, മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ. അത് നമ്മൾ തന്നെ ഉണ്ടാക്കി, ഞാനും ഇവനും കൂടി ഒരു രാത്രി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതായത് നമ്മുടെ കൂട്ടുകാർക്ക് ഇപ്പൊ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ സുരേഷ് ഗോപി ചേട്ടനെ പോലെ നമുക്ക് ശമ്പളവും ഇല്ല, ഇതില്ല. പുള്ളി പണിയെടുക്കുന്ന കാശിന്നാണ് പുള്ളി കൊടുക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മ വേണമെന്ന് തീരുമാനിച്ച് ഡയറക്ടർ സിദ്ദിഖ് സാർ ഉണ്ടായി, എസ് പ്രസാദ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഒരു രാത്രി, അതായത് നമ്മുടെ പിന്നാലെ വരുന്നവർക്ക് വേണ്ടി തന്നെയാണ്. അവരൊക്കെ അപകടത്തിൽപ്പെട്ടാലും പലരും വളരെ കഷ്ടപ്പാടിലൂടെ വരിക. അപ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കാൻ പറ്റുന്ന, പക്ഷെ ആ സംഘടന അങ്ങ് വളർന്ന് വലുതായി. അത് നമ്മുടെ നന്മയുടെ ആഗ്രഹമാണ്. ഇപ്പോൾ 10 വർഷത്തിലേറെയായി സുരേഷ് ഏട്ടൻ അദ്ദേഹത്തിന്റെ റിമ്യൂണറേഷൻ ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്നതിന് 2 ലക്ഷം വെച്ച് നമുക്ക് തന്നോണ്ടിരിക്കും. അസോസിയേഷന് മറ്റേ ഗവൺമെന്റിന്റെ കാശൊന്നും അല്ല കേട്ടോ, പുള്ളി പണിയെടുക്കുന്ന കാശ്. ഒരു സിനിമ അഗ്രിമെന്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് 2 ലക്ഷം അപ്പൊ തന്നെ അദ്ദേഹം. നമ്മളെപ്പോഴും സുരേഷ് ഏട്ടന് പടം കിട്ടിയെന്നാണ് നോക്കണത്. അത് മാത്രമല്ല, ഒരുപാട് ഷോസ് നമ്മൾ ചെയ്തു. അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ട് സംഘടനയ്ക്ക്. അത് മാത്രമല്ല, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പം സെക്രട്ടറി ഷാജോണ്, പ്രസിഡന്റ് നാദിഷിക്ക, ഇത് വൈസ് പ്രസിഡന്റ്. ഞങ്ങളെല്ലാവരും അതേ സ്നേഹത്തോടെ ആ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇപ്പം ലാലേട്ടനെയും മമ്മൂക്കയെയും കുറിച്ച് ലാസ്റ്റ് മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കുക, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിപാട് രസീതുണ്ട്, മുഹമ്മദ് കുട്ടി വിശാഖം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആക്ച്വലി പുറമെ മമ്മൂക്ക ഫാൻ, ലാലേട്ടൻ ഫാൻ എന്ന് പറഞ്ഞ് ഇടി പിടിക്കുന്നിടത്ത് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഇത് നേരിട്ട് കണ്ടിട്ടുള്ള 2 ആൾക്കാരാണ് നിങ്ങൾ. എന്താ പറയാ, അങ്ങനെ ഇപ്പം എന്നെ പോലെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പോലെ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്താ പറയാ? 2 ടെക്സ്റ്റ് ബുക്കാണ് അത്. ഇത് രണ്ടും ഇവനറിയാവുന്നതാണ്. അല്ല, അങ്ങനെ ഒരു രസീത്, അങ്ങനത്തെ ഒരു പോസ്റ്റ് കാണുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നും നമുക്കില്ല. കാരണം അവർ തമ്മിലുള്ള ഒരു ടേംസ് എന്താണെന്നുള്ളത് ഇച്ചാക്കാന്നാണ് അത്രയും ഒരു ബ്രദർലി അഫക്ഷനാണ് അവർ തമ്മിലുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ഈ സിനിമയുടെ ഫാൻസും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എൻജോയ്മെന്റ്, സപ്പോർട്ടേഴ്സ് അങ്ങനെ ഉണ്ടാവുമെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ 2 ബുക്ക് ആണെങ്കിൽ പോലും ആ ബുക്ക് 2ഉം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മലയാള സിനിമയുടെ ചരിത്രം തന്നെ ആയിരിക്കും. മോർ ദാൻ 50 ഇയേഴ്സ്. ഇത്രയും രജനീകാന്ത് സാർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു പടം അല്ലെങ്കിൽ 2 വർഷം. ഇവർ ഇൻഡസ്ട്രിയിൽ എത്ര പടങ്ങൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. നമ്മുടെ അസറ്റ് തന്നെയാണ് രണ്ടുപേരും. അവരങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് പേരിട്ടത് മമ്മൂക്കയാണല്ലോ നമ്മുടെ കാര്യങ്ങൾക്ക്. അതുപോലെ ഈ 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ പ്രത്യേകം ഇപ്പൊ താങ്ക്സ് പറയേണ്ടത് ടിനിയോടും. കാരണം ടിനി ചെന്നിട്ടാണ് ലാലേട്ടനോട് ചോദിക്കുന്നത്. അങ്ങനെ നമ്മളെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കലാകാരന്മാരെ പോലും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. എനിക്ക് ഏറ്റവും വിഷമമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ മമ്മൂക്കയാണ് ചെയ്യേണ്ടത്. കാരണം എൻ്റെ മത്തിന്റെ അദ്ദേഹത്തിന്റെ പേജിലായിരുന്നു. പക്ഷെ വളരെ സങ്കടമുണ്ട്. കാരണം ഇപ്പൊ ചോദിക്കുകയില്ല ഞാൻ. പക്ഷെ ചെറിയൊരു ക്ഷീണം മാത്രമാണ് അദ്ദേഹത്തിന് വന്നേക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി കാരണം മമ്മൂക്ക ഇല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിലൂടെ സിനിമയിൽ വന്നിട്ട് ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു വന്നെന്ന് പറയാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ ജോലി നോക്കി പോകണമല്ലോ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരും ഇതൊക്കെ തന്നെയാണ്. അപ്പം പക്രുചേട്ടൻ്റെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് കിട്ടിയ പുരസ്കാരം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുഞ്ഞി പക്രുവിൻ്റെ ഒരു ഫോട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോഴും 40 വർഷങ്ങൾക്ക് ശേഷവും വളരെ ആക്റ്റീവായി നിൽക്കുന്ന 2 പേരാണ് നിങ്ങൾ. ഇതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾ ആക്റ്റീവായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പും നിങ്ങളുടെ പെർഫോമൻസുകളും ഒക്കെ തുടരട്ടെ. 916 കുഞ്ഞൂട്ടന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം വളരെ മനോഹരമായിട്ട് സംസാരിച്ചതിന്. സന്തോഷം.